സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ഒരാൾ ന്യൂസുകൾക്ക് എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നില്ല നമുക്ക് നോക്കാം. ന്യൂസുകൾ വെച്ചാൽ സ്റ്റോക്ക് മാർക്കറ്റിന് മൂവ് ചെയ്യിക്കാൻ പറ്റിയ കരുത്തുള്ള ഒരു സംഭവമാണ്. അതായത് നമ്മളെപ്പോഴും ഭാവിയിലേക്ക് വേണ്ടിയാണ് നമ്മളെപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അതായത് ഇന്നത്തെ മാർക്കറ്റിൽ നാളെ മാർക്കറ്റ് ഉയരാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടിട്ട് നമ്മൾ ഇന്ന് സ്റ്റോക്കുകളൊക്കെ വാങ്ങുന്നത് അല്ലേ. അപ്പോൾ ആ സ്റ്റോക്കുമായി ബന്ധപ്പെട്ട മൊത്തം ഗ്ലോബലി എന്തെങ്കിലും ന്യൂസുകൾ വന്നു കഴിഞ്ഞാൽ അത് സ്റ്റോക്ക് മാർക്കറ്റിനെ വല്ലാണ്ട് ബാധിക്കുന്നുണ്ട്. റീസെൻ്റ് ആയിട്ട് അടുത്തുള്ള കാലത്ത് നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവുന്നതാണ്. ഇത്തരം ന്യൂസുകൾ നമുക്ക് എങ്ങനെ നോക്കിക്കാണാം, അതായത് ഏതൊക്കെ ന്യൂസുകൾ എപ്പോൾ നോക്കണം, എങ്ങനെ ന്യൂസുകൾ നോക്കിക്കാണണം, 2-3 ടൈപ്പ് ന്യൂസുകളുണ്ട്, അതൊക്കെ എങ്ങനെ നമ്മൾ കാണണമെന്നുള്ളത് സ്റ്റോക്ക് മാർക്കറ്റ് വർക്ക് ചെയ്യുന്ന ആൾക്കാർ എങ്ങനെ അത് കാണണമെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് വരുന്ന ഗ്ലോബലി വരുന്ന ഇഷ്യൂസുകളാണ്. അതെന്താ വെച്ചെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ അടുത്ത് വന്ന അമേരിക്ക താരിഫ് വാർ ഉണ്ടല്ലോ. അപ്പോൾ ആ താരിഫ് വാർ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? എല്ലാ ഗ്ലോബൽ മാർക്കറ്റുകളും ഇടിഞ്ഞു. പക്ഷെ ഇന്ത്യൻ മാർക്കറ്റിനെ അത് അത്രമാത്രം എഫക്ട് ചെയ്യുന്നൊരു കാര്യമല്ല. ചെറിയ തോതിൽ എഫക്ട് ചെയ്യുന്നുണ്ടെങ്കിലും വലിയ തോതിൽ എഫക്ട് ചെയ്യുന്നതല്ലായിരുന്നു. എങ്കിലും ഇന്ത്യൻ മാർക്കറ്റ് ഒടിഞ്ഞു, ഗ്ലോബൽ മാർക്കറ്റിന്റെ കൂടെ തന്നെ ഇന്ത്യൻ മാർക്കറ്റ് ഒടിഞ്ഞു. ഇത്തരം ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ പോർട്ട്ഫോളിയോനെ ഹെഡ്ജ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാകുന്ന നഷ്ടത്തിനെ കുറക്കാൻ വേണ്ടി പറ്റും. ഇല്ലെങ്കിൽ ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്ക് നെഗറ്റീവ് എടുക്കുക, അതായത് മാർക്കറ്റ് ഇടിയുമെന്ന് കണ്ടിട്ട് പുട്ട് ഓപ്ഷൻ വാങ്ങിയോ കോൾ ഓപ്ഷൻ സെല് ചെയ്തോ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്തരം ന്യൂസുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റ് എങ്ങോട്ട് മൂവ് ചെയ്യും എന്ന് നമുക്ക് ഏകദേശം ധാരണ കിട്ടും. അതിനാണ് ഇത്തരം ന്യൂസുകൾ നമ്മൾ മുമ്പേ നോക്കുന്നത്. പിന്നെ ഈ താരിഫ് വാർക്ക് പെട്ടെന്നാണ് അനൗൺസ് ചെയ്യുന്നത്. എങ്കിലും പിറ്റത്തെ ദിവസം ഇപ്പോൾ ഇച്ചിരി ഗ്യാപ് ഡൗൺ ആയിരിക്കും. എങ്കിലും ഗ്യാപ് ഡൗൺ വന്നാൽ തന്നെ നമുക്ക് പിന്നെ എങ്ങോട്ട് മൂവ് ചെയ്യുന്ന ഏകദേശം ഒരു ധാരണ ഉണ്ടാവും. നമുക്ക് കോൾ ഓപ്ഷൻ സെല് ചെയ്തോ അങ്ങനെ എന്തായാലും നമ്മുടെ സ്ട്രാറ്റജിക്ക് അനുസരിച്ചിട്ട് ചെറിയ തോതിൽ മാറ്റങ്ങളൊക്കെ വരുത്തി നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാവുന്നതാണ്. ഇത്തരത്തിൽ മറ്റൊരു ന്യൂസാണ് ഈ വാറുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ ഈ റഷ്യ ഉക്രൈൻ വാറുകൾ ഉണ്ടായിട്ടുണ്ട്. അത്തരം വാറുകൾ വന്നു എന്ന് പറയുമ്പോൾ മാർക്കറ്റ് ഒന്ന് ഡൗൺ സൈഡിലേക്ക് പോകും. ഇതിന് മറ്റൊരു വശമുണ്ട്. ഇപ്പോൾ താരിഫ് വാർ 90 ദിവസത്തേക്ക് പോസ് ചെയ്തു അല്ലേ. ഈ സമയത്ത് നല്ലൊരു റാലി മുകളിലേക്ക് മാർക്കറ്റ് തന്നിട്ടുണ്ട്. ഇതും ന്യൂസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു റാലിയാണ്. ഇന്ത്യൻ മാർക്കറ്റ് ഓൾറെഡി കുറച്ച് സ്ട്രോങ് ആണ്. അപ്പോൾ ഒരു ഗ്ലോബലി ഉണ്ടായ ഇഷ്യൂ കൊണ്ട് ഇന്ത്യൻ മാർക്കറ്റ് താഴേക്ക് വന്നു. ആ ഇഷ്യൂ തൽക്കാലത്തേക്ക് പോസ് ചെയ്തപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് മുകളിലേക്ക് തന്നെ തിരിച്ചു കയറി. അത് നമുക്ക് ഏതൊരാൾക്ക് ന്യൂസ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം മാർക്കറ്റ് ഇനി എങ്ങോട്ട് മൂവ് ചെയ്യുന്നുള്ള ഏകദേശം ഒരു ധാരണ കിട്ടും. ഇത്തരം ന്യൂസുകൾക്ക് നമുക്ക് ആ ന്യൂസിനനുസരിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യാവുന്നതാണ്. അതായത് ന്യൂസിനനുസരിച്ച് നമുക്ക് ട്രേഡുകൾ എടുക്കാവുന്നതാണ്. ഇത്തരം ന്യൂസുകളൊക്കെ നമ്മൾ ബാധിക്കാൻ കാരണം എന്താ വെച്ചെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിലെ എല്ലാ കമ്പനികളും ഒന്നുകിൽ എന്തെങ്കിലും റോ മെറ്റീരിയൽ പുറത്തുനിന്ന് ഇറക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് പുറത്തേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എക്സ്പോർട്ടും ഇമ്പോർട്ടിനെയൊക്കെ നമുക്ക് ഈ ഇത്തരം ന്യൂസുകളൊക്കെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കമ്പനികളെ നമ്മൾ പ്രധാനമായിട്ടും നമ്മളെ കമ്പനികളെ പ്രധാനമായിട്ടും ബാധിക്കുന്നത്. പിന്നെ നമ്മുടെ കമ്പനികളിൽ ഉണ്ടാകുന്ന ന്യൂസുകൾ ഉണ്ടാവും. നമ്മളിപ്പോൾ ഒരു ട്രേഡ് എടുക്കാം, ഇപ്പോൾ ലോങ് ടൈമിലേക്ക് ഇപ്പോൾ ഒരു ITC എന്ന് പറഞ്ഞ കമ്പനി വാങ്ങാണ്. ITC എന്ന് പറഞ്ഞ കമ്പനിയിൽ എന്തെങ്കിലും ന്യൂസ് ഉണ്ടോ? ചിലപ്പോൾ എന്തെങ്കിലും ഒരു അവരെ ഇപ്പോഴത്തെ മാനേജ്മെന്റ് മാറുകയോ അവരെന്തെങ്കിലും പോളിസിയിൽ മാറ്റം വരുത്തുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബിസിനസ്സിലേക്കും കൂടി അവർ എൻ്റർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അത്രയും ന്യൂസുകളൊക്കെ ചിലപ്പോൾ പോസിറ്റീവായിരിക്കാം, ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കാം. അത്രയും ന്യൂസുകളും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. പക്ഷേ ഈ കമ്പനി ബേസിലുള്ള ന്യൂസുകൾക്ക് ഒരു കുഴപ്പമുണ്ട്. എന്താ വെച്ചെങ്കിൽ ചിലപ്പോൾ അത്രയും ന്യൂസുകൾ വലിയ വലിയ ട്രേഡേഴ്സ്, അതായത് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയ ട്രേഡേഴ്സ് ഒക്കെ മുമ്പേ തന്നെ അതൊക്കെ അറിഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട്. അതുമായി ബന്ധപ്പെട്ട മൂവ്മെന്റ് കമ്പനിയിൽ ഓൾറെഡി നടത്തിയിട്ടുണ്ടാവും. അപ്പോൾ കമ്പനിയുമായി ബന്ധപ്പെട്ട ന്യൂസുകളാണ് നിങ്ങൾ കിട്ടുന്നതെങ്കിൽ ആ മൂവ്മെന്റ് കമ്പനിയിൽ നടന്നിട്ടുണ്ടോ, മുമ്പേ ആ ന്യൂസ് പുറത്ത് വരുന്നതിന് മുമ്പേ അത്ര മൂവ്മെന്റ് നടന്നിട്ടുണ്ടോ നിങ്ങൾ ചാർട്ടിൽ പോയി പരിശോധിച്ചിട്ട് ഉറപ്പ് വരുത്തിയിട്ട് വേണം ആ ഇത് എടുക്കാൻ വേണ്ടി, ആ ഒരു ട്രേഡ് എടുക്കാൻ വേണ്ടി. അതായത് ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കമ്പനി നല്ല റിസൾട്ട് വന്നു, നല്ല റിസൾട്ട് തന്ന കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് മുകളിലേക്കാണല്ലോ പോകേണ്ടത്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പല സമയങ്ങളിലും നല്ല റിസൾട്ട് തന്ന കമ്പനിയുടെ സ്റ്റോക്കിന്റെ പ്രൈസ് പോലും താഴേക്ക് വന്നിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചെങ്കിൽ ആ റിസൾട്ട് നല്ലതായിരിക്കും എന്ന് ഇൻസൈഡിൽ എല്ലാവർക്കും കുറേ ആൾക്കാർക്ക് അറിയാം. നമ്മളെപ്പോലത്തെ സാധാരണ റീറ്റെയിലേഴ്സിന് മാത്രമേ അറിയത്തുള്ളൂ, മറ്റു വലിയ വലിയ പ്ലേയേഴ്സിനൊക്കെ അറിയാം ഇത് ഓൾറെഡി. അവർ ഓൾറെഡി ബൈ ചെയ്ത് കമ്പനിയുടെ പ്രൈസ് മുകളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടാവും. ആ ന്യൂസ് വന്നിട്ടാകുമ്പോൾ നമ്മളെപ്പോലത്തെ സാധാരണ റീറ്റെയിലേഴ്സ് പോയിട്ട് അത് ബൈ ചെയ്യും, അവരവിടെ വെച്ച് സെല്ല് ചെയ്യും. അപ്പോൾ മാർക്കറ്റിന്റെ പ്രൈസ് താഴേക്ക് വരും. അങ്ങനെ ഒരു അത്തരത്തിലുള്ള ന്യൂസുകൾ, ചെറിയ ചെറിയ ന്യൂസുകളൊക്കെ കിട്ടുകയാണ്. നിങ്ങൾ കറക്റ്റ് ചാർട്ടും കൂടി നോക്കിയിട്ട് ആ ന്യൂസിന്റെ മൂവ്മെന്റ് നടന്നിട്ടില്ലെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ വെച്ച് ബൈ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഓക്കെ, അത് നിങ്ങളൊന്ന് ന്യൂസ് നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ന്യൂസിന്റെ പ്രാധാന്യം കൊടുക്കേണ്ടത് ആ ന്യൂസ് പോലെ ഇരിക്കണം. പെട്ടെന്ന് വരുന്ന ന്യൂസാണ് നമുക്ക് എന്ത് ചെയ്യാം, ന്യൂസിന് പ്രാധാന്യം കൊടുക്കാം. അല്ല മുമ്പേ എല്ലാവർക്കും കിട്ടാൻ സാധ്യതയുള്ള ന്യൂസ് ആണെങ്കിൽ അതിന് മാത്രം വലിയ പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, പിന്നെ വരുന്നത് വെച്ചെങ്കിൽ പല പോളിസികളാണ്, RBI പോളിസികൾ വരും. അപ്പോൾ അതിൽ റിപ്പോ റേറ്റ് ഉയർത്തി താഴത്തേക്ക് ചെയ്യുമ്പോൾ അത് മാർക്കറ്റിനെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. അതായത് അതിനും ഒരു മൂവ്മെന്റ് വരുത്തുന്നുണ്ട്. പിന്നെയുള്ളത് ഇലക്ഷനൊക്കെയാണ്. ഇലക്ഷൻ എന്നൊക്കെ പറയുന്നത് ഓരോ ഇവന്റുകളാണ്. അത്ര ഇവന്റുകൾ നടക്കുന്ന സമയത്ത് എന്തുണ്ടാവും, മാർക്കറ്റ് വലിയ തോതിൽ മൂവ്മെന്റ് നടത്തും. അപ്പൊ ഇത്തരം സമയങ്ങളിൽ ഇലക്ഷൻ, ഇപ്പൊ നമ്മള് ബഡ്ജറ്റ്, അങ്ങനെ സമയത്ത് നമുക്ക് അറിയാം, കൃത്യമായ ഡേറ്റ് അറിയാം. പക്ഷെ അന്ന് എന്ത് സംഭവിക്കും നമുക്കറിയില്ല. അതായത് നല്ലൊരു മെജോറിറ്റിയിലൊരു ഗവൺമെന്റ് വരികയാണെങ്കിൽ
മാർക്കറ്റ് മുകളിലേക്കും അല്ല ഒരു കൂട്ടുഭരണ സഭയാണ് വരുന്നത്, കൂട്ടുകക്ഷി ഭരണമാണ് വരുന്നതെങ്കിൽ മാർക്കറ്റ് താഴേക്ക് കൃത്യമായ ഒരു ഭൂരിപക്ഷം ഇല്ലാത്ത ഗവൺമെന്റാണ് വരുന്നതെങ്കിൽ മാർക്കറ്റ് താഴേക്ക് വരാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് എങ്ങനെ വരും നമുക്ക് കൃത്യമായിട്ട് അറിയില്ല അല്ലേ. അത്ര സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ട്രേഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അവർ ക്വാണ്ടിറ്റി കുറച്ച് ട്രേഡ് ചെയ്യുമോ അല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്ന് മാറി നിന്നോ അല്ലെങ്കിൽ ന്യൂസ് ബേസ്ഡ് ആയിട്ട് കൃത്യമായ ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം നമുക്ക് എന്ത് ചെയ്യാം ട്രേഡിലേക്ക് ഇറങ്ങാവുന്നതാണ്. അത് ഇത് അറിയാതെ നമ്മൾ പെട്ടെന്ന് ട്രേഡിലേക്ക് ഇറങ്ങിയാൽ ചിലപ്പോൾ നമുക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാകും, ചിലപ്പോൾ വലിയ ലാഭങ്ങളും ഉണ്ടാവും. നമുക്ക് അറിയില്ല എന്ത് സംഭവിക്കുന്നുള്ളത്. അത്തരം സമയങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം, ന്യൂസുകളെ നോക്കാവുന്നതാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ന്യൂസ് ഏതാണ്, മുമ്പേ വന്ന്, അതായത് ആ ഒരു ന്യൂസിന്റെ എഫക്റ്റ് മാർക്കറ്റിൽ വന്ന് കഴിഞ്ഞിട്ടുള്ള ന്യൂസുകൾ ഉണ്ടാവും. ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ കമ്പനിയുമായി ബന്ധപ്പെട്ട ന്യൂസുകൾ ഉണ്ടാവാം. അത്തരം ഇവയൊരു ചില സമയത്ത് എന്താവും, നമ്മളെ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട ന്യൂസുകൾ തന്നെ നമുക്ക് എക്സ്പെക്ടേഷൻ ഉണ്ടാവും. അതിന്റെ പ്രൈസിൽ എന്താവും, മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ആ ഓൾറെഡി മൂവ് ചെയ്ത മാർക്കറ്റിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത അതേ ഇത് തന്നെയാണ് ബഡ്ജറ്റിൽ വന്നതെങ്കിൽ മാർക്കറ്റ് പിന്നീട് മൂവ് ചെയ്യണമെന്നില്ല. ആ മൂവ്മെന്റ് ഓൾറെഡി മാർക്കറ്റ് നടത്തി കഴിഞ്ഞു അല്ലേ. ഇപ്പോൾ ബേസിൽ നമുക്ക് ഇത് ഇങ്ങനെ നോക്കാം. എന്താ വെച്ചാൽ നമുക്കൊരു RBI റിപ്പോ റേറ്റ് കുറക്കാൻ പോകുന്നു, അതായത് 50 പൈസ കുറക്കുന്നു എന്ന് നമ്മൾ കരുതിക്കോ. അത് ഓൾറെഡി മാർക്കറ്റിന് അറിയാം. അപ്പം ആ മൂവ്മെന്റ് മാർക്കറ്റ് ഓൾറെഡി നടത്തിയിട്ടുണ്ടാവും. പിന്നെ RBI അനൗൺസ്മെന്റ് വരുമ്പോൾ പിന്നെ മൂവ് ചെയ്യാൻ മാർക്കറ്റ് സ്പേസ് ഇല്ല. ആ ന്യൂസിന്റെ മൂവ്മെന്റ് ഓൾറെഡി നടത്തി കഴിഞ്ഞു. അപ്പം അങ്ങനെയാണ് നമ്മളത് ന്യൂസും നമ്മൾ മൂവ്മെന്റും നമ്മൾ ക്ലബ് ചെയ്തിട്ട് വേണം നമ്മളത് നോക്കാൻ വേണ്ടി. ആ ന്യൂസിന്റെ മൂവ്മെന്റ് മാർക്കറ്റിൽ നടന്നിട്ടുണ്ടോ, നടന്നിട്ടില്ലെങ്കിൽ മാത്രമേ ആ ന്യൂസിന് പ്രാധാന്യമുള്ളൂ. പിന്നെ പെട്ടെന്ന് വരുന്ന ന്യൂസുകൾക്കാണ് മാർക്കറ്റിൽ എപ്പോഴും പ്രാധാന്യം ഉണ്ടാകുന്നത്. ആ പെട്ടെന്ന് വരുന്ന ന്യൂസുകളാണെങ്കിൽ നമ്മളിപ്പോൾ ഇലക്ഷനൊക്കെ ആണ്, റിസൾട്ടൊക്കെ മുമ്പേ അറിയാവുന്നതാണ്. ഈ RBI പോളിസിയാണ് ഇന്ന് ദിവസം നടത്തുന്നത്, നമുക്ക് മുമ്പേ അറിയാവുന്നതാണ്, ഏകദേശം ധാരണ എല്ലാവർക്കും ഉണ്ടാവും. അങ്ങനെ എല്ലാത്ത ന്യൂസുകളാണ് ഈ വാറ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊറോണ വലിയ ഇഷ്യൂ അങ്ങനെ എന്തെങ്കിലും ഒന്ന് വരികയാണെങ്കിൽ അത് മാർക്കറ്റിലേക്ക് പെട്ടെന്ന് വരുന്നൊരു ന്യൂസാണ്. അത് മാർക്കറ്റിന് നല്ല രീതിയിൽ മൂവ്മെന്റ് നടത്താൻ സാധ്യതയുണ്ട്. മറ്റു ന്യൂസുകളാണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ആ മൂവ്മെന്റ് മാർക്കറ്റിൽ നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തിയിട്ട് വേണം ആ ന്യൂസിന്റെ ബേസിൽ ട്രേഡ് എടുക്കാൻ വേണ്ടി. പിന്നെ ഇന്നത്തെ കാലത്ത് ന്യൂസ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് മണി കൺട്രോൾ ആപ്പിലോ എല്ലാത്തിലും ന്യൂസുകൾ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ട്രേഡർ എന്ത് ചെയ്യണം, ഒരു ട്രേഡിംഗ് പീരീഡ് കഴിഞ്ഞാൽ, അതായത് ഇന്നത്തെ ട്രേഡിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു 6 മണി 7 മണി 8 മണി എല്ലാ സമയത്ത് നിങ്ങൾ ഫ്രീ ടൈമിൽ നിങ്ങൾ ജസ്റ്റ് അരമണിക്കൂർ ന്യൂസുകളൊക്കെ നോക്കുക. അന്നത്തെ ന്യൂസുകൾ എന്തൊക്കെ നടന്നു, ഗ്ലോബൽ മാർക്കറ്റിൽ എങ്ങനെയൊക്കെ മൂവ്മെന്റ് ചെയ്തു എന്നീ കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ പിറ്റത്തെ ദിവസം രാവിലെ ട്രേഡിൽ കയറുന്നതിന് മുമ്പ് തന്നെ അതുവരെ നടന്ന ന്യൂസുകൾ എന്തൊക്കെയാണ്, ഇന്ന് എന്തെങ്കിലും പോളിസി RBI പോളിസി എന്തെങ്കിലും ഒന്ന് വരാനുണ്ടോ, എന്തെങ്കിലും ഇവന്റ് വരാനുണ്ടോ, ഏതെങ്കിലും ഒരു കമ്പനിയായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു റിസൾട്ടോ എന്തെങ്കിലും ഒന്ന് ക്വാർട്ടർലി റിസൾട്ടൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വരാനുണ്ടോ എന്നൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനുശേഷം നമ്മൾ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കമ്പനിയിൽ ട്രേഡ് ചെയ്യുന്നുണ്ട് അതിനകത്തുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ന്യൂസ് വരുന്നുണ്ടോ എന്ന് നോക്കുക. പിന്നെ ഇതോടൊപ്പം തന്നെ ഗ്ലോബൽ മാർക്കറ്റിന്റെ ഒരു മൂവ്മെന്റും കൂടി നമ്മൾ രാവിലെ തന്നെ നോക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം അന്നത്തെ മാർക്കറ്റിന്റെ മൂവ്മെന്റ് ഏകദേശം നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇങ്ങനെയാണ് നമ്മൾ ന്യൂസുകൾ നോക്കേണ്ടത്. രാവിലെയും വൈകുന്നേരവും, അതായത് മാർക്കറ്റ് തുടങ്ങുന്നതിന് മുമ്പും മാർക്കറ്റിന് ശേഷവും നമ്മൾ ന്യൂസുകളൊക്കെ ഒന്ന് നോക്കേണ്ടതാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ക്വാർട്ടർലി റിസൾട്ട് വന്നു. നമ്മൾ ഓരോ കമ്പനിയും ഓരോ ക്വാർട്ടർലി റിസൾട്ടുകൾ അനൗൺസ് ചെയ്യുന്നുണ്ട് അല്ലേ, ആ കമ്പനി എങ്ങനെ വർക്ക് ചെയ്തു എന്നുള്ളത്. അപ്പം അത്തരം റിസൾട്ടുകൾ നമ്മളിപ്പോൾ ലോങ് ടൈമിലേക്ക് ഒരു സ്റ്റോക്ക് ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം റിസൾട്ടുകൾ നമ്മൾ എല്ലാ പ്രാവശ്യവും ആ സ്റ്റോക്കിന്റെ റിസൾട്ടുകൾ നമ്മൾ ചെക്ക് ചെയ്യണം. ആ ക്വാർട്ടർലി റിസൾട്ട് നല്ലതായിട്ടാണോ മോശമായിട്ടാണോ എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്ത ശേഷം വേണം ആ കമ്പനിയിൽ ഹോൾഡ് ചെയ്യണോ അതോ അത് മാറ്റി മറ്റൊരു കമ്പനി വെക്കണോ, ലോങ് ടൈമിലേക്കുള്ള ഹോൾഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ചെറിയ മാറ്റങ്ങൾ എന്തും വരുത്തണോ എന്നുള്ളത് അതിന് റിസൾട്ട് ബേസിട്ടാണ് നമ്മൾ തീരുമാനം എടുക്കുന്നത്. അത്തരം സമയത്ത് നമുക്ക് ആ റിസൾട്ട് നോക്കാൻ വേണ്ടി പഠിക്കണം. അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ, ചെറിയൊരു വീഡിയോ, അതായത് പെട്ടെന്ന് എങ്ങനെ നമുക്കൊരു റിസൾട്ടിന് അനാലിസിസ് ചെയ്യാന്നുള്ള വീഡിയോ ഞാൻ ഇടാവുന്നതാണ്. ഏതാനും ദിവസം ഒക്കെ ഞാൻ ഇടുന്നുണ്ട്. അപ്പം അത്തരം റിസൾട്ടുകളും കൂടി നോക്കാൻ നിങ്ങൾ ശരിക്കായിട്ടൊന്ന് പഠിച്ചു നോക്കണം. അതൊരു ന്യൂസ് അല്ലെങ്കിലും അതൊരു ഇൻഫർമേഷൻ ആണ്. ന്യൂസ് പോലെ തന്നെ ഒരു ഇൻഫർമേഷൻ ആണ് ക്വാർട്ടറിലെ ഓരോ കമ്പനിയുടെ റിസൾട്ടുകൾ. പിന്നെ മാർക്കറ്റ് എപ്പോഴും ഒരു അൺസർട്ടനിറ്റിനെയാണ് ഭയക്കുന്നത്. അതായത് ഒരു തീരുമാനമാവാതെ നിൽക്കുന്ന ഒരു വിഷയം ഉണ്ടെങ്കിൽ അതിനെപ്പോഴും ഭയത്തോടു കൂടിയായിരിക്കും മാർക്കറ്റ് നോക്കിക്കാണുന്നത്. അത് എന്ത് വിഷയമാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതൊരു തീരുമാനമായി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ മാർക്കറ്റ് അവസ്ഥയ്ക്ക് മൂവ് ചെയ്യും, അതോടുകൂടി തീർന്നു. ഇല്ലെങ്കിൽ മാർക്കറ്റ് എങ്ങോട്ട് മൂവ് ചെയ്യുന്നത്, അപ്പോൾ ഭയങ്കര ഫ്ലക്ച്വേഷൻ ഉണ്ടാവും, വലിയ മൂവ്മെന്റുകൾ നടത്തും. അത്തരം മൂവ്മെന്റുകൾ നടത്തുമ്പോഴാണ് നമ്മൾ സ്ട്രാറ്റജികൾ പലരും, അതായത് മെയിനായിട്ട് ഓപ്ഷൻ സെല്ലേഴ്സ് അത്തരം മൂവ്മെന്റുകൾ ഉണ്ടാകുമ്പോഴാണ് ലോസ് ഉണ്ടാക്കി വെക്കുന്നത്. ഇല്ലെങ്കിൽ ഓപ്ഷൻ ബയേഴ്സ് ആണെങ്കിൽ തന്നെ ആ കറക്റ്റ് സ്ഥലത്ത് എങ്ങോട്ട് മൂവ് ചെയ്യുന്ന കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അവർക്കും. അപ്പോൾ ഓപ്ഷൻ ബയേഴ്സിന് ലോസുകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റ് കൃത്യമായി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അൺസർട്ടനിറ്റി ഉണ്ടാകുന്ന സമയത്താണ് അത്തരം സമയങ്ങളിലാണ് നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ എപ്പോഴും ലോങ് ടൈം വ്യൂയിലേക്ക് മാത്രം മാർക്കറ്റിനെ നോക്കിക്കാണാം. ചെറിയ ഷോർട്ട് ടൈം വ്യൂയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റിൽ നിന്ന് വലിയൊരു റിട്ടേൺ ഉണ്ടാക്കുക എന്നുള്ള വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. കുറച്ച് ലോങ് ടൈമിലേക്കുള്ള വ്യൂവിൽ മാത്രം മാർക്കറ്റ് നോക്കിക്കാണാം. അപ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും അപ്ഡേറ്റ് ആവുക, ഓരോ ന്യൂസുകളും അപ്ഡേറ്റ് ആയിരിക്കും. പക്ഷേ ന്യൂസ് അതിൻ്റെതായ പ്രാധാന്യം മാത്രം കൊടുത്താൽ മതി. ന്യൂസ് വന്നു എന്ന് വെച്ചിട്ട് മാർക്കറ്റ് അതുപോലെ തന്നെ മൂവ് ചെയ്യണമെന്നില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ന്യൂസിൻ്റെ എഫക്റ്റ് ഓൾറെഡി മാർക്കറ്റ് നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കേണ്ട ഉത്തരവാദിത്വം നമ്മളുതാണ്. അത് നോക്കാൻ വേണ്ടി കൃത്യമായി പഠിക്കുക.